ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു അരച്ച് കലക്കിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പേര് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ, ശരിക്കും പറഞ്ഞാൽ വെറും 2 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നെല്ലിക്കയും ഉപ്പുമാങ്ങയും ഒക്കെ വെച്ച് നമ്മൾ ഈ ഒരു അരച്ച് കലക്കി തയ്യാറാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു അരച്ച് കലക്കിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ നെല്ലിക്ക അരച്ച് കലക്കി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപ്പിലിട്ട് 5 നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കണം. പിന്നെ ഈ ഒരു അരച്ച് കലക്കി വന്നിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ പച്ച നെല്ലിക്ക വെച്ചിട്ട് നമുക്ക് ഈ ഒരു അരച്ച് കലക്കി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ള അരച്ച് കലക്കി ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കൂളൊക്കെ തുറന്ന സമയത്ത് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള 2 കറികളാണ് കേട്ടോ ഈ ഒരു നെല്ലിക്ക അരച്ച് കലക്കിയും അതുപോലെ തന്നെ ഉപ്പുമാങ്ങ അരച്ച് കലക്കിയും. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഒരു നെല്ലിക്ക ഉപ്പിലിട്ട സമയത്ത് തന്നെ കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കുഞ്ഞുള്ളി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തിരുവിയ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അരച്ച് കലക്കി വന്നിട്ട് നമ്മൾ വെള്ളം ചേർത്തല്ല അരയ്ക്കുന്നത്, തൈര് ചേർത്താണ് അരയ്ക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത്, മോരല്ല ചേർക്കേണ്ടത്. നല്ല കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നമ്മുടെ അരച്ച് കലക്കി എല്ലാം ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. കാരണം കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ നമ്മുടെ അരച്ച് കലക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയോ അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമുക്കിത് നമ്മുടെ അരച്ച് കലക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അരച്ച് കലക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരച്ച് കലക്കി വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, കഞ്ഞിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.